KSDP ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ വലിയ അനാസ്ഥ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാട്, കാരണം ജനങ്ങളുടെ നേതൃത്വത്തിൽ സമരം ആദ്യമാണ്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. 3 വർഷത്തോളം പൊതുജനങ്ങളെ ദുരിതം തീറ്റിച്ച പുലാമന്തോൾ പട്ടാമ്പി റോഡിൽ ഇനി ജനകീയ ഉപരോധം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കട്ടുപ്പാറയിലാണ് ജനകീയ ഉപരോധം. ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സർക്കാരിനും മുന്നിൽ കരാർ കമ്പനി നൽകുന്ന ഉറപ്പുകൾ ജലരേഖയായപ്പോൾ സമരസമിതി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. അതേസമയം ഹൈദരാബാദ് ആസ്ഥാനമായ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തതായി KSDP ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കരാർ കമ്പനി പ്രദേശത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. പൊതുജനങ്ങളുടെ യാത്രാ ദുരിതത്തെക്കുറിച്ച് അണുവിട ചിന്തയില്ലാതെ നടക്കുന്ന പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണത്തിൽ പ്രതിഷേധിച്ച് കരാറു കമ്പനിക്കെതിരെ രാഷ്ട്രീയം മറന്ന പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വ്യാപാരികളും ബസ് ജീവനക്കാരും ഉടമകളും അടങ്ങുന്ന സംയുക്ത സമരസമിതി ഉപരോധവുമായി തെരുവിലിറങ്ങുകയാണ്. 2020 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട് ആരംഭിച്ച റോഡ് നവീകരണം വർഷം 4 പിന്നിട്ടിട്ടും യാഥാർത്ഥ്യമാവാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ജനകീയ സമരസമിതി രാഷ്ട്രീയത്തിനതീതമായി തെരുവിലിറങ്ങുന്നത്. UDFന്റെ നേതൃത്വത്തിലും ഇതര സംഘടനകളുടെ നേതൃത്വത്തിലും നടന്നിരുന്ന പുലാമന്തോൾ മേലാറ്റൂർ റോഡിലെ സമരങ്ങൾക്ക് ജനകീയ മുഖം കൈവരുമ്പോൾ പ്രതിക്കൂട്ടിലാവുന്നത് കരാർ ഏറ്റെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനിയാണ്. 144 കോടി രൂപ അടങ്കൽ കണക്കാക്കി 30 കിലോമീറ്റർ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് വർഷം 4 അങ്ങുമിങ്ങും തൊടാതെ യാതൊരു ശാസ്ത്രീയതയും പാലിക്കാതെ തോന്നിയതുപോലെ നടക്കുന്ന റോഡ് പണി ജീവൻ അടക്കം അപഹരിച്ചിട്ടും എങ്ങുമെത്താതായതോടെയാണ് ജനകീയ സമരത്തിലേക്ക് ഇറങ്ങുന്നതെന്ന് പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ പറഞ്ഞു. വിഷയത്തിൽ KSDP ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുണ്ടായിട്ടുണ്ടെന്നും നിലവിലുള്ള കരാർ കമ്പനിയെ നീക്കി ഉത്തരവുണ്ടായതിനാൽ റോഡ് ഉടനടി യാത്രായോഗ്യമാക്കാൻ നടപടി വേണമെന്ന് മന്ത്രിക്ക് നിവേദനം നൽകിയതായും P. സൗമ്യ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. KSDP ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ വലിയ അനാസ്ഥ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ അവരുടെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഈ സൈറ്റിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്ക് ഒരു കാര്യം അറിയില്ല. അപ്പോൾ KSDP ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥ ഇതിൽ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഒരു പണി നടക്കുമ്പോൾ അവരുടെ ഒരു മേൽനോട്ടം കൂടി ഉണ്ടാവണം എന്നുള്ളതും കൂടി നമ്മളുടെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. 30 കിലോമീറ്റർ ദൂരത്തെ റോഡാണ് നവീകരിക്കാനുള്ളത്. ഇത് കേവലം 1.5 വർഷം കൊണ്ട് പൂർത്തിയാകേണ്ടതായിരുന്നു. അതാണ് 4 വർഷമായിട്ടും എങ്ങുമെത്താതെ കിടക്കുന്നത്. പലതവണ നിർമ്മാണ കമ്പനിക്ക് സമയം നീട്ടി നൽകിയിരുന്നു. 14 തവണ നജീബ് കാന്തപുരം MLA ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഏറ്റെടുത്ത ജോലിയുടെ 51.16% കരാർ കമ്പനി പൂർത്തിയാക്കിയത്. റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് യാത്ര തീർത്തും ദുഷ്കരമായ അവസ്ഥയിലാണ്. വിഷയത്തിൽ പ്രതിരോധം ശക്തമാക്കുകയാണെന്നും രാഷ്ട്രീയം മറന്ന് ഒന്നിച്ച റോഡിനായി സമ്മർദ്ദം ചെലുത്തുകയാണെന്നും സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപ്പാറ പറഞ്ഞു. റോഡ് വിഷയത്തിൽ കരാറുകാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും അനാസ്ഥ കാണിച്ചെന്നും KSDP ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടം കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ലെന്നും ഷാജി കട്ടുപ്പാറ ടുഡേ ന്യൂസിനോട് പറഞ്ഞു. ഇതിൽ ഭരണ കക്ഷിയിൽപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പിന്നെ കേരള നിയമസഭയിലെ MLA കൂടിയായിട്ടുള്ള നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് നേതൃത്വം നൽകുമ്പോൾ ഇതിനൊരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാട്, കാരണം ജനങ്ങളുടെ നേതൃത്വത്തിൽ സമരം ആദ്യമാണ്. കേരളത്തിൽ ഒരുപാട് റോഡുകൾ തകർന്നിട്ടുണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത 4 വർഷമായിട്ട് തകർന്ന ഒരു റോഡാണ്. അത് ഗവൺമെൻറ്റിൻ്റെയോ അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുടെ ഭാഗമായിട്ടല്ല, ഇത് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ അനാസ്ഥ മൂലമാണ്. സർക്കാർ തന്നെ ഈ കമ്പനിയെ കഴിഞ്ഞ 2 മാസം മുമ്പ് ടെർമിനേറ്റ് ചെയ്തിരുന്നു. അതേസമയം കരാറു കമ്പനിയെ വീണ്ടും KSDP ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉത്തരവ് പുറത്തു വന്നിട്ടും കഴിഞ്ഞ ദിവസം TN പുരം ഭാഗത്ത് കമ്പനി റോഡ് പണി നടത്തിയതും വിവാദമാകുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി റോഡ് പണി സ്തംഭിച്ചു കിടക്കുകയായിരുന്നു. എന്നാൽ ഉത്തരവിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇതേ കമ്പനിയുടെ തൊഴിലാളികൾ സജീവമായി റോഡിൽ പണിയിലേർപ്പെടുകയായിരുന്നു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി
2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.